കുറച്ച് വെച്ചാൽ മതിട്ടോ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും നാത്തൂനും കുട്ടിയും എല്ലാവരും കൂടി വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു അവർ വന്നത്. ഇക്ക വേഗം തന്നെ കടയിൽ പോയിട്ട് മന്തിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ മന്തി വെക്കാനുള്ള തിരക്കിലായിരുന്നു. ഇന്നും ഇക്ക തന്നെയാണ് മന്തി വെക്കുന്നത്. മോളും ഞാനും ഹെൽപ്പിനായിട്ടുണ്ടായിരുന്നു. ഇന്നിവിടെ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. 2 അടുപ്പിലായിട്ടാണ് നമ്മൾ ചിക്കൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പുറത്ത് അടുപ്പും കത്തിച്ചിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാവുമ്പോൾ ഗ്യാസ് അടുപ്പിൽ ചോറ് വെക്കാൻ പറ്റൂല. അതുകൊണ്ട് പുറത്ത് അടുപ്പ് കത്തിച്ച് അതിലാണ് ഇന്ന് ചോറ് വെക്കുന്നത്. അടുപ്പിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇറച്ചിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വേഗം തന്നെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ചക്ക് 2:30 ചോറൊക്കെ ആവുമ്പോഴത്തേനും. ചിക്കനൊക്കെ ഇട്ട് നന്നായി ഇളക്കിയ ശേഷം അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ദമ്മിടാൻ വേണ്ടിയിട്ട് കണൽ കോരിയിട്ട് ചട്ടിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ദമ്മ് ഒട്ടിച്ച് ചോറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പത്തിന് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചോറ് വിളമ്പുകയാണ്. പിന്നെ നമ്മൾ ചോറും പ്ലേറ്റും ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് പോയി. ഹാളിൽ ഇരുന്നിട്ടാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത്. എല്ലാവരുടെ പ്ലേറ്റിലേക്കും ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം മയോണീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആലുക്കുട്ടിയും ഇസുക്കുട്ടിയും ഇവിടെ മാമ് വയ്ക്കുകയാണ്. 2 ആൾക്കും മയോ പറഞ്ഞിട്ട് മയോണീസ് വേണമെന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായയും കടിയൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പുഴയേക്കാണ് പോണത്. ഇസൂട്ടിക്കും ആലൂട്ടിക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരും കൂടുമ്പോൾ അവർക്കാണ് ഏറ്റവും സന്തോഷം. കളിക്കാനും ഒരാളെ കിട്ടിയപ്പോൾ പിന്നെ ഇസൂന് എന്നെയൊന്നും ആവശ്യമില്ല. പിന്നെ 2 ആളും കൂടി ഒരേ കളിയിലാണ്. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ പുഴയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദൂരമൊന്നുമില്ല പുഴക്ക് പോകാൻ. വീട്ടിൻ്റെ ബാക്കിൽ തന്നെയാണ് പുഴ. വീട്ടിൻ്റെ ബാക്കിൽ ഒരു വലിയൊരു പറമ്പാണ്. ആ പറമ്പ് കഴിഞ്ഞാൽ ഒരു പാടാണ്. ആ പാടം കഴിഞ്ഞാൽ പുഴ തന്നെയാണ്. നമുക്ക് അടുത്താണ് പുഴ. അടുത്തായത് കൊണ്ട് തന്നെ പുഴയിലേക്ക് അങ്ങനെ പോവാറൊന്നുമില്ല. ഇതുപോലെ വിരുന്നുകാരൊക്കെ വരുമ്പോഴാണ് നമ്മൾ പുഴയിലേക്ക് പോവാറ്. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഈ പുഴ. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പുഴ ഉള്ളത്. പിന്നെ കൃഷിയും പുഴയും ഒക്കെ ആയിട്ട് നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഞാൻ ഇരിക്കുന്ന വീട്ടിൻ്റെ അടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഇരിക്കാനാണ് ഭയങ്കര ഇഷ്ടം. സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്ന സമയം പോണതൊന്നും അറിയില്ല. എൻ്റെ വീട് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പുഴയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനവും സന്തോഷവുമാണ്. ഇസൂട്ടിയും ആലൂട്ടിയും വെള്ളം കണ്ട സന്തോഷത്തിലാണ് 2 ആളും. ഇസു വെള്ളത്തിൽ നിന്ന് കയറുന്നേയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് നേരം പുഴയിൽ നിന്നില്ല. വേഗം തന്നെ വീട്ടിലേക്ക് വന്നു. പുഴയിലിരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കാനൊക്കെ എന്ത് രസമാണ്. എനിക്ക് ഈ പ്രകൃതി ഭംഗിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇസൂട്ടി വെള്ളത്തിൽ കാലിട്ട് അടിക്കണ പോലെ ആലൂട്ടിയും വെള്ളത്തിൽ ഇതുപോലെ കാലിട്ട് അടിക്കുന്നുണ്ട്. ആലൂട്ടിക്ക് പുഴ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ 2 ആളും കൂടി വെള്ളത്തിൽ കാലിട്ട് അടിക്കുകയാണ്. പിന്നെ നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക.